പ്രിയമുള്ള 8ാം ക്ലാസ് വിദ്യാർത്ഥികളെ, നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു. ദ മിസ്റ്റീരിയസ് പിക്ചർ. വളരെ നിഗൂഢമായ ഒരു ചിത്രത്തെക്കുറിച്ചാണ് അതിനകത്ത് പറഞ്ഞിരുന്നത്. ചിത്രമാണ് അതിനകത്തെ മുഖ്യ വില്ലനായിട്ട് നിന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റ് ഒരു ജാപ്പനീസ് കഥയാണ്. അത് എഴുതിയിരിക്കുന്നത് ഹസഗോ തക്കജിറോ വാസ് an innovative Japanese publisher specialized in books in European languages on Japanese subjects. He employed leading foreign residents as translators and noted Japanese artists as illustrators, and became a leading purveyor of export books and publications for foreign residents in Japan. ഇപ്പം ജപ്പാനിൽ കഴിഞ്ഞിരുന്ന വിദേശികളെ ഉദ്ദേശിച്ച് എഴുതിയ കഥകളും അവരെ ആകർഷിപ്പിക്കത്തക്ക രീതിയിലുള്ള കഥാപാത്രങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളാണ് ഹസുഗോ തക്കജിറോ ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന ലേഖനത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ഇവിടെയും ചിത്രമാണ് വില്ലൻ. ഒന്നാമത്തെ ദ മിസ്റ്റീരിയസ് പിക്ചറിലും നമ്മൾ പഠിച്ചതിൽ അവിടെ ഒരു പിക്ചറാണ് വില്ലനായിട്ട് വന്നത്. ഇവിടെയും ഒരു വില്ലൻ റോളിൽ നിൽക്കുന്നത് പിക്ചർ തന്നെയാണ്. ഇവിടുത്തെ പ്രത്യേകത ഒരു കുട്ടി, ആ കുട്ടിയുടെ നാച്ചുറലായിട്ടുള്ള കലാവാസന പ്രകടിപ്പിക്കലാണ്. എന്നാൽ മിസ്റ്റീരിയസ് പിക്ചർ ഒരു പറ്റിക്കലായിരുന്നു. വല്ലവരും വരച്ച ഒരു ചിത്രം ടില്ല് വരച്ചതാണെന്നും പറഞ്ഞു കൊണ്ടുവന്നു. ഒരു ചിത്രം പോലും അയാൾ വരച്ചിട്ടില്ല. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് അതല്ല. ജന്മസിദ്ധമായ ഒരു കല, അത് അല്പം അമിതമായി പോകുന്നോ എന്ന് ഭയക്കുന്ന രീതിയിലേക്കുള്ള ഒരു കഥയാണ് The Boy Who Drew Cats. A long time ago, in a small country village in Japan, there lived a poor farmer and his wife, who were very good people. They had a number of children and found it very hard to feed them all. The elder son was strong enough, when only 14 years old, to help his father, and the little girls learned to help their mother almost as soon as they could walk. But the youngest child, a little boy, did not seem to be fit for hard work. He was very cleverer than all his brothers and sisters, but he was quite weak and small, and people said he could never grow very big. So his parents thought it would be better for him to become a priest than to become a farmer. They took him with them to the village temple one day and asked the good old priest who lived there if he would have their little boy for his acolyte and to teach him all that a priest ought to know. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ജപ്പാനിൽ നടന്ന ഈ വർണ്ണിക്കുന്ന ഒരു കഥയാണ്. വളരെ നാളുകൾക്ക് മുൻപ് ജപ്പാനിലെ ഒരു ഗ്രാമമാണ് കഥയിലെ ചുറ്റുവട്ടം. അവിടെ ഒരു പാവപ്പെട്ട കർഷക കുടുംബമുണ്ടായിരുന്നു.
അവർ നല്ലവരായിരുന്നു. ഈ പാവപ്പെട്ട കർഷക കുടുംബത്തിൽ മക്കൾ ഒത്തിരിയായി. അവർക്ക് തന്നെ മക്കളെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മൂത്ത മകൻ 14 വയസ്സ് പ്രായമായപ്പോൾ അച്ഛനെ തോട്ടപ്പണിയിൽ സഹായിക്കാൻ തുടങ്ങി. പെൺമക്കളും നടക്കാൻ തുടങ്ങിയിടം മുതൽ അമ്മയ്ക്ക് തുണയായി മാറി. എന്നാൽ അവരിൽ ഏറ്റവും ഇളയ മകനായിരുന്നു ഈ കുട്ടി. പേര് പറഞ്ഞിട്ടില്ല. ആ കുട്ടി ഈ മക്കളിൽ വെച്ച് ഏറ്റവും ബുദ്ധിമാനായിട്ടാണ് കാണപ്പെട്ടത്. പക്ഷേ ആ കുട്ടിക്ക് ഒരു കുറവ് അവർ കണ്ടു. വളർച്ചക്കുറവ്, ആരോഗ്യക്കുറവ്, പൊക്കക്കുറവ്. അപ്പോൾ ഇവൻ കർഷകപ്പണിക്ക് അല്ലെങ്കിൽ കൃഷിപ്പണിക്ക് ഇവൻ പറ്റിയതല്ല എന്ന് മാതാപിതാക്കൾക്ക് തോന്നി. നാട്ടുകാർ പറയുകയും ചെയ്തു. സഹികെട്ടു. മാതാപിതാക്കൾ വിചാരിച്ചു ഇവനെ പുരോഹിതനാക്കാം. ആ ഉദ്ദേശശുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പുരോഹിതനാക്കാം. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് മാതാപിതാക്കൾ ഗ്രാമത്തിലെ ഒരമ്പലത്തിൽ അവിടുത്തെ വൃദ്ധനായ പുരോഹിതന്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഈ മകനെ നിങ്ങളുടെ അക്കൊളൈറ്റ് പുരോഹിത പരിശീലകൻ, പരിശീലനം നേടുന്നവൻ, ട്രെയിനി, അപ്രന്റിസ്, അവനെ നിങ്ങളുടെ ഒരു പുരോഹിത ട്രെയിനിയായിട്ട് എടുത്തുകൂടായോ? അവനെ പൂജാതി കർമ്മങ്ങളെല്ലാം ഒന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു. The old man spoke kindly to the lad and asked him some hard questions. So clever were the answers that the priest agreed to take the little fellow into the temple as an acolyte and to educate him for the priesthood. Priesthood, പൗരോഹിത്യം. Priesthood, പൗരോഹിത്യം. That is to become a priest. ഈ കുട്ടിയോട് ആദ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കടുകട്ടിയായ ഹാർഡസ്റ്റ് ക്വസ്റ്റ്യൻസ്. ആ കടുകട്ടി ചോദ്യങ്ങൾക്കെല്ലാം കുട്ടി വളരെ മിടുക്കായിട്ട് ഉത്തരം പറഞ്ഞു. ആ പുരോഹിതൻ പോലും ആശ്ചര്യപ്പെട്ടുപോയി. അവനെ അക്കൊളൈറ്റ് ആയി സ്വീകരിച്ചു. പഠന കാര്യങ്ങൾ ക്രമീകരണം തുടങ്ങി. The boy learned quickly what the old priest taught him, and was very obedient in most things. But he had one fault. He liked to draw cats during study hours, and to draw cats even where cats ought not to have been drawn at all. കുട്ടി പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തത്. വളരെ ഒബീഡിയൻ്റ് ആയിരുന്നു. പക്ഷെ കുട്ടിക്ക് ഒരു പ്രോബ്ലം, ഒരു ഫാൾട്ട് ഉണ്ടായിരുന്നു, ഒരു കുറവുണ്ടായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ പടം വരയ്ക്കും. നിങ്ങൾ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ താളം അടിക്കുന്ന പോലെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൂച്ചയെ വരയ്ക്കും. അത് ഒരു പൂച്ചയല്ല, ചെറുവറാന്നങ്ങ് പൂച്ചകളെ ഇരിക്കുന്നിടത്ത് അങ്ങ് വരച്ചു വെക്കും. വരയ്ക്കാൻ പാടില്ലാത്തിടത്ത് പോലും മതഗ്രന്ഥത്തിൻ്റെ പുറത്തായാലും അവൻ അങ്ങ് വരയ്ക്കും. ഡെസ്കിൻ്റെ പുറത്ത് അവൻ വരയ്ക്കും, ഇരിക്കുന്ന തറയിൽ അവൻ വരയ്ക്കും, ഭിത്തിയിൽ അവൻ വരയ്ക്കും. എവിടെ ഇത്തിരി സ്ഥലം കിട്ടിയോ അവൻ അവിടെ പൂച്ചകളെ വരച്ചിരിക്കും. Whenever he found himself alone, he drew cats. He drew them on the margins of the priest's books and on all the screens of the temple and on the walls and on the pillars. Several times the priest told him this was not right, but he did not stop drawing cats. He drew them because he could not really help it.
He had what is called the genius of an artist, and just for the reason he was not quite fit to be an acolyte. A good acolyte should study books. അവൻ ഇത്തിരി സ്ഥലവും സമയവും കിട്ടിയാൽ പൂച്ചകളെ വരയ്ക്കും. പുരോഹിതന്റെ പുസ്തകത്തിന്റെ മാർജിനിൽ മതഗ്രന്ഥം വയ്ക്കുന്ന ആ സ്റ്റാൻഡ് ഭിത്തി എവിടെ ഇത്തിരി സ്ഥലം കിട്ടുമോ അവൻ അവിടെ വരച്ചിരിക്കും. പലപ്പോഴും പുരോഹിതന് ഇവനെ ഇഷ്ടമാണെങ്കിലും അവനോട് പറഞ്ഞു, ഇതൊക്കെ ശരിയല്ല, ഇതൊക്കെ നിയന്ത്രിക്കണം, ഇത് ഗുഡ് ഹാബിറ്റ് അല്ല, ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ എ പ്രീസ്റ്റ്. മതഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു പ്രീസ്റ്റിന് പറ്റിയതല്ല എന്ന് പറഞ്ഞു. ഒരു പ്രീസ്റ്റ് കൂടുതലും വായനാശീലമുള്ള ആളായിരിക്കണം. സമയം കിട്ടുമ്പോഴൊക്കെ മതഗ്രന്ഥമോ വിവേകത്തിൻ്റെ പുസ്തകങ്ങളോ ഒക്കെ വായിക്കണം, വിജ്ഞാനം നേടുന്ന പുസ്തകങ്ങൾ വായിക്കണം. പക്ഷെ ഇവൻ ആ സമയം കൂടി ചിത്രം വരയ്ക്കും. അപ്പോൾ അവൻ ഒരു പുരോഹിതനാകാൻ അനുയോജ്യനല്ല. One day after he had drawn some very clever pictures of cats upon a paper screen, the old priest said to him severely, "My boy, you must go away from this temple at once. You will never make a good priest, but perhaps you will become a great artist. Now, let me give you a last piece of advice, and be sure you never forget it. Avoid large places at night. Keep to small." ഒരു ദിവസം പുരോഹിതന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു പേപ്പർ സ്ക്രീനിൽ പോലും അവൻ പൂച്ചകളെ വരച്ചു വെച്ചു. വളരെ രൂക്ഷമായിട്ട് സീവിയർലി സ്കോൾഡഡ് ഹിം. എന്നിട്ട് പറഞ്ഞു, കുട്ടി, നീ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കണം. നീ ഒരു കാരണവശാലും ഒരു പുരോഹിതനാകാൻ പറ്റിയവനല്ല. ഒരു പക്ഷേ നീ നല്ല ഒരു കലാകാരനായിരുന്നേക്കാം. പക്ഷെ നിനക്ക് ഞാൻ അവസാനമായി തരുന്ന ഒരു ഉപദേശം, കീപ് ടു സ്മോൾ പ്ലേസ് അറ്റ് നൈറ്റ്, അവോയ്ഡ് ലാർജ് പ്ലേസ് അറ്റ് നൈറ്റ്. നീ രാത്രികാലങ്ങളിൽ വലിയ ഇടമുള്ളിടത്ത് ഇരിക്കരുത്. ചെറിയ സ്ഥലത്തെ നീ രാത്രികാലങ്ങൾ ചിലവഴിക്കാം. പുരോഹിതൻ, what was the last advice given by this old priest? Remember that throughout the story, this is an advice to be remembered. Avoid a large place, keep to small place. രാത്രികാലങ്ങളിൽ വിശാലമായ ഹാളിൽ ഇരിക്കരുത്. ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്തേക്ക് ഒതുങ്ങുക. ഇവൻ രാത്രി എവിടെ ചിലവഴിക്കണം? സ്മോൾ പ്ലേസ്. അവോയ്ഡ് ലാർജ് പ്ലേസ് അറ്റ് നൈറ്റ്. രാത്രികാലങ്ങളിൽ വിശാലമായ പ്രതലങ്ങളുള്ള സ്ഥലം നീ ഒഴിവാക്കുക. So keep in mind, this is the advice which we have to remember throughout the story. So now we have studied the lesson, the boy who drew cats, written by Hasegawa Takejiro, a Japanese writer. The story is based on a Japanese incident. The chief character of the story is the boy. The villain of the story is picture. And what picture does he draw? Did he draw? Or does he draw? He drew a picture of cats. Not a cat. Picture of cats. Now where did the parents take him to?
They took him to the priest in the village temple. What did they ask him? They asked him to accept him as an acolyte and teach him all that a priest must know. What did the priest do? He asked some questions to the boy. What did he do? He replied all questions very brightly, very cleverly. Was the priest happy with his answers? Yes, of course. So he accepted him. He started teaching the story, the priesthood things to this boy. The boy was very clever, very obedient, very acceptable. But only one problem the boy had. And what was that problem? He drew cats wherever he found a little place. Not a cat, he drew cats. And the priest noticed that it was not good for an acolyte, for a priest. So he advised him to leave the place. What advice did he give him at last? Avoid large place at night, keep to small place. Read up to that, try to understand the lesson.